നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. PU ചിത്രയെ ലണ്ടനിലേക്ക് അയക്കരുത് എന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ: 1. ലണ്ടൻ മീറ്റിൽ PU ചിത്രയെ പങ്കെടുപ്പിക്കരുത് എന്നതിന് പിന്നിൽ ആരുടെയൊക്കെ ഗൂഢാലോചന? 2. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനിലെ അംഗങ്ങൾക്ക് തങ്ങൾ കോടതിക്കും മുകളിലെന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? 3. സെലക്ഷൻ കമ്മിറ്റിക്ക് അനഭിമതമായ ചിത്രയെ ഫെഡറേഷൻ പീഡിപ്പിക്കുകയാണോ? 4. ഒരു ജനത ഒന്നാകെ ചിത്രയ്ക്ക് പിന്നിൽ അണിനിരന്നിട്ടും കേന്ദ്രം കടാക്ഷിക്കാത്തത് എന്തുകൊണ്ട്? 5. PU ചിത്രയോട് കനിവ് തോന്നാത്ത PT ഉഷയ്ക്ക് പാഠ്യാലയിലെ കരച്ചിൽ ഓർമ്മയുണ്ടോ? PU ചിത്രയെ ലണ്ടനിലേക്ക് അയക്കരുത് എന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും അർജുന അവാർഡ് ജേതാവുമായ പത്മിനി തോമസ്, ഒപ്പം കമാൽ വരാദൂർ, കേരള അത്ലറ്റിക് അസോസിയേഷൻ്റെ സെക്രട്ടറി PI ബാബു. PU ചിത്ര തന്നെ ഈ ചർച്ചയിൽ ചേരും. ഒപ്പം ചിത്രയുടെ കോച്ച് ഷിജിനും ചേരുന്നു. ഒപ്പം കായിക വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീനും BJP നേതാവ് ശ്രീ JR പത്മകുമാരും ഈ ചർച്ചയിൽ ചേരും. ശ്രീമതി പത്മിനി തോമസ്, ഈ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മലയാളികൾക്ക് സഹായം കിട്ടേണ്ട കുറേ പേരുകളുണ്ട്. PT ഉഷ, അഞ്ജു, ബോബി ജോർജ് ഒക്കെ അതിൽ ചിലത്, രാധാകൃഷ്ണൻ നായർ, ഒപ്പം വത്സൻ, ഇവരുടെയൊക്കെ പേരുകളുണ്ട്. മലയാളിയായ PU ചിത്രയ്ക്ക് ഒരു അനുകമ്പ പോലുമുള്ള വർത്തമാനം പറയാൻ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഉശിരോടുകൂടി ഒരു വർത്തമാനം ഉണ്ടാകാത്തത്? അതിനെ സംബന്ധിച്ച് എന്താണ്, ഒന്ന് രണ്ട് പേര് പ്രതികരിച്ചത് കണ്ടിരുന്നു. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അവരെല്ലാം ആ സെലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗങ്ങളാണ്. അപ്പം ഒരു ടീമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫെഡറേഷന് ആ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമെന്ന് പിന്നീട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കായിക താരങ്ങൾ ഇത്രയും വലിയ പ്രശ്നം കേരളം മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നീങ്ങുമ്പോഴും ഇതിനകത്ത് മൗനം പാലിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. കാര്യം ഏറ്റവും വലിയൊരു കഷ്ടമായി പോയി PU ചിത്രയെ പോലെയുള്ള ഒരു കായിക താരത്തിന് സംഭവിച്ചത്. ഏഷ്യൻ മീറ്റിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്തു, സാഫ് ഗെയിംസ് ഗോൾഡ് മെഡൽ വിൻ ചെയ്തു. സ്ഥിരതയില്ലാത്ത ഒരു ഓട്ടം എന്നുള്ള ഒരു കാരണം, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കായിക താരം നമ്മളെല്ലാം ഒരു മീറ്റിൽ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മീറ്റിൽ ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാര്യം ആ ഒരു ദിവസത്തെ അനുകൂലിച്ചിരിക്കും നമ്മളുടെ അന്നത്തെ ഓട്ടം. ഗോൾഡ് മെഡലിസ്റ്റായ ഏഷ്യൻ മീറ്റിന് PU ചിത്ര ഓൾറെഡി സെലക്റ്റഡ് ആണ് ലോക മീറ്റിന്. പിന്നെ എനിക്ക് ഇത്രയും ഒക്കെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവർ ഈ സെലക്ഷൻ ലിസ്റ്റ് വളരെ ആരും അറിയാതെ മാറ്റി വെച്ചു എന്നുള്ളതാണ്. കാര്യം ഏഷ്യൻ മീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതൊക്കെ കായിക താരങ്ങളാണ് ആരും അറിയാത്തത് എന്ന് പറയാൻ സാധിക്കില്ല. അറിയേണ്ടവർ അറിയാതെ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട്, കേരള അത്ലറ്റിക് അസോസിയേഷന് കൃത്യമായ അറിവില്ലാതെ, അല്ലെങ്കിൽ കേരളത്തിലെ കായിക പ്രേമികൾക്ക് ഈ കാര്യങ്ങൾ കിട്ടാതെ, ഇപ്പോൾ പത്മിനി തോമസിനെ പോലുള്ളവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ, അറിയേണ്ട ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് PU ചിത്രയ്ക്ക് വരാൻ ആരൊക്കെ സഹായം കൊടുക്കാൻ സാധ്യതയുണ്ടോ, ശബ്ദമുയർത്താൻ സാധ്യതയുണ്ടോ, അവരറിയാതെ എന്ന് പറയുന്നതിലെ കൂടുതൽ ശരി. കാരണം PT ഉഷ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പത്മിനി തോമസും ശ്രദ്ധിച്ചു കാണും. ഈ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇളക്കി വിട്ട് PU ചിത്രയെ വേണ്ടാതെ പ്രകോപിപ്പിച്ച് ഈ ഭാവിയിൽ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനിൽ നിന്ന് മോശം അനുഭവം, പീഡനം വരുത്തി വെക്കരുത് നിങ്ങളൊക്കെ കൂടി PU ചിത്രയ്ക്ക് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അതല്ലേ വന്നു ഭവിച്ചത്? PT ഉഷ പ്രവചിച്ച കാര്യം. ഒരു കായിക താരം നന്നായിട്ട് ഓടി മുമ്പിൽ വരികയാണെങ്കിൽ ആര് വിചാരിച്ചു കഴിഞ്ഞാലും അവരെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റത്തില്ല. ഇതുപോലെയുള്ള ചില സെലക്ഷൻ കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ, കാര്യം ഞാനൊക്കെ ഓടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കാര്യം ഞങ്ങളുടെ ഒന്നും പുറകിലൊന്നും ആരും ഇല്ല, പറയാനും ഒന്നും ആരും ഇല്ല. 80കളിലൊന്നും
ഓടി മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും രണ്ടാം സ്ഥാനക്കാരനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മളൊക്കെ പോയിരിക്കുന്നത്. ഇതിനു മുമ്പും 80കളിലും ഇതുപോലെയുള്ള ഏഷ്യൻ ഗെയിംസിൻ്റെ സമയത്തും ഇതുപോലെയുള്ള നമ്മുടെ മലയാളി കായിക താരങ്ങൾക്ക് തഴയപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ ശ്രീകുമാരിയമ്മയൊക്കെ 100 മീറ്റർ റിലേയിൽ ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഓടിയ ആൾക്കാരൊക്കെ വേറെയാണ്. പിന്നെ ഇപ്പം സംഭവിച്ച കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് നമ്മുടെ കായിക താരങ്ങൾക്ക് ഇത്രയും ഒരു പ്രതികരണം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായത്. അനിൽ ഡായിക്ക് ഒളിമ്പിക്സിന് പോകാനായിട്ട് പറ്റിയില്ല. ഇതേ സംബന്ധിച്ച് കൊച്ചി ക്യാമ്പിൽ പോയിട്ടുള്ള ബെറ്റർ ടൈമാണ്. ജയകുമാർ എന്ന കോച്ചിൻ്റെ കീഴിലാണ് അനിലിൻ്റെയും അനുവും പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കൊണ്ടുകൊണ്ട് ഒരു പകപോക്കലില്ലയോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നത് ഇത് കണ്ടിട്ട്. PU ചിത്ര ക്യാമ്പിൽ നിന്ന് 10 ദിവസത്തേക്ക് വരികയും പരീക്ഷ എഴുതാൻ വരികയും തിരിച്ചു ചെല്ലുമ്പം ക്യാമ്പിൽ എടുക്കാതിരിക്കുകയും പിന്നെ ഊട്ടിയിലെ ക്യാമ്പിൽ എത്തുകയും ഒക്കെ ചെയ്യുന്നത് തഴയപ്പെടാനൊക്കെ ഉള്ള ഒരു കാര്യമല്ലേ? അല്ലെങ്കിൽ ഒരു വ്യക്തി തഴയപ്പെടുമ്പോൾ ആ ടീമിൽ മറ്റൊരു വ്യക്തി കയറും. അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നെ 200ാം റാങ്കിലാണ് PU ചിത്ര കിടക്കുന്നത്. അതങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഈ ലോക മീറ്റിന് പോയിരിക്കുന്ന ഏതെങ്കിലും കായിക താരങ്ങൾ ഫൈനൽസ് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ലോക മീറ്റാണ് നടക്കുന്നത്. PU ചിത്രയ്ക്കയുടെ കാര്യം പറയുമ്പം മാത്രം അത് ഇന്ന റാങ്കാണ്, അല്ലെങ്കിൽ ഗുണ്ടൂരിൽ ഓടിയ ഇൻ്റർ സ്റ്റേറ്റിൽ സമയം മോശമായി, അങ്ങനെ ഒരു കായിക താരത്തെയും പറയാൻ പാടില്ല. കാര്യം നമ്മളൊക്കെ എല്ലാ മീറ്റിലും ഇങ്ങനെയൊക്കെ തന്നെ വന്നിരിക്കുന്നവരാണ്. നമ്മുടെ വലിയ മെച്ചമായ വലിയ കായിക താരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അറിയാം അവരെങ്ങനെയാണ് ചെയ്ത് ഈ രീതിയിൽ വന്നിരിക്കുന്നതെന്നൊക്കെ. ശരി, കേരള അത്ലറ്റിക് അസോസിയേഷന്റെ സെക്രട്ടറി PI ബാബു ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ ശ്രമിച്ച ആളുകളാണ് നിങ്ങളൊക്കെ. ഇപ്പോൾ അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ടപ്പെട്ടവരെ ഒന്നും ഫോണിൽ പോലും കിട്ടുന്നില്ല എന്ന മറുപടിയാണ് പലരിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പത്മിനി തോമസ് ഒക്കെ പങ്കുവച്ച അതേ വികാരം തന്നെയാണോ PI ബാബുവിനും ഉള്ളത്? കേരള അത്ലറ്റിക് അസോസിയേഷൻ എന്തുകൊണ്ടാണ് PU ചിത്രയ്ക്ക് ഈ ദുരനുഭവം, ഈ നിമിഷത്തിലും ഈ പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്? അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 24-ാം തീയതി ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. 23-ാം തീയതി രാത്രി കഴിഞ്ഞ് 24-ാം തീയതിയാണ് ലിസ്റ്റ് നമ്മൾ അറിയുന്നത്. 24-ാം തീയതി രാത്രി ഇതിൻ്റെ അപേക്ഷിക്കേണ്ടതായ രാത്രി സമയം കഴിയുകയും ചെയ്യും. 20-ാം തീയതി തയ്യാറാക്കിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് അത്ലറ്റിക് അസോസിയേഷൻ അതെ പക്ഷെ അത് 23-ാം തീയതി രാത്രിയാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങളത് അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അറിഞ്ഞു വന്നത്? കാരണം ഞങ്ങൾ നേരിട്ട് അറിയിച്ചിട്ടില്ല. അവർ അങ്ങനെ അറിഞ്ഞു വന്നപ്പോൾ ചിത്രയുടെ പേര് അതിനകത്തുനിന്ന് മിസ് ചെയ്തതായിട്ട് നമുക്ക് ശ്രദ്ധയപ്പെട്ടു. ഉടനെ തന്നെ ചിത്രയെ ഒരിക്കലും അവഗണിക്കരുത്, ചിത്ര അത് ഓട്ടോമാറ്റിക് ക്വാളിഫൈ ചെയ്തൊരു കുട്ടിയാണെന്നും വളർന്നു വരുന്ന ഒരു കുട്ടിയാണെന്നും എല്ലാം കാണിച്ച് അത്ലറ്റിക് ഫെഡറേഷന് അപ്പോൾ തന്നെ നമ്മൾ ലെറ്റർ അയക്കുകയുണ്ടായി. കാരണം ഈ താമസിച്ച് പോയി കഴിഞ്ഞാൽ എൻട്രി അയക്കേണ്ട സമയം കഴിഞ്ഞു പോയി എന്നൊരു ന്യായം പറഞ്ഞാലോ എന്ന് കരുതിയാണ് അത്രയും പെട്ടെന്ന് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തൊരു കാര്യം ജയകുമാറിനെ കൂടി പരിഗണിക്കണമെന്നും, കാരണം ഈ പോകുന്ന ടീമിൽ 3 പേര് ജയകുമാറിൻ്റെ ശിഷ്യരാണ്. അത് തന്നെയുമല്ല, കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് തൻ്റെ കഴിവ് തെളിയിച്ച ഒരു കോച്ചിനെ ഇതുപോലുള്ളൊരു അവസരത്തിൽ വിടണമെന്നും കാണിച്ച് നമ്മൾ കത്തയച്ചിരുന്നു. അന്ന് ആ കത്തിന് അവർ അനുഭാവപൂർവ്വം പ്രതികരിച്ചിരുന്നെങ്കിൽ ഞാൻ പറയാം തീർച്ചയായിട്ടും ചിത്ര ഈ ടീമിന്റെ കൂടെ ഉണ്ടാകും. അതിന് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ അങ്ങ് അയച്ച അല്ലെങ്കിൽ കേരള അത്ലറ്റിക് അസോസിയേഷനൊക്കെ അയച്ച കത്തിന് അനുഭാവപൂർവമായി മറുപടി അയക്കുമെന്ന് പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു. PU ചിത്രയുടെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ പോലും ഉണ്ടായ അനുഭവം എന്താണ്? ഇതിനു മുൻപ് ഒരു ഗൂഢാലോചന PU ചിത്രയുടെ കാര്യത്തിൽ നടന്നു എന്ന് തോന്നിക്കത്തക്കവണ്ണം ഒരു ക്ലറിക്കൽ എററിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. മുൻപും ഒന്നാമതെത്തിയ ചിത്ര രണ്ടാമതെത്തിയ ആളുടെ പേര് വന്നിട്ടും പുറത്തേക്ക് ആ പേര് വരാതിരുന്ന ഒരു ഘട്ടം അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴും ഈ ലിസ്റ്റ് കാണുകയുണ്ടായി. അതിനകത്ത് സീനിയർ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന കുട്ടിയുടെ പേരുണ്ട്, മോണിക്കയുടെ. 1ാം സ്ഥാനത്ത് വന്ന ചിത്രയുടെ പേരില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ അത്ലറ്റിക് ഫെഡറേഷനിൽ ഡെപ്യൂട്ടി ചീഫിനെ ഞങ്ങൾ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഉടനെ തന്നെ ഞങ്ങൾ നോക്കട്ടെ മറുപടി പറയാം
എന്ന് പറഞ്ഞ് 2 മിനിറ്റിനകം തന്നെ വിളിച്ച് അതൊരു ക്ലറിക്കൽ എറർ ആയിരുന്നു എന്നും ചിത്ര ടീമിലുണ്ട് എന്നുള്ളൊരു മറുപടി ഞങ്ങൾക്ക് ആ സമയത്ത് ലഭിക്കും. അത് എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ പറയുന്നത്. നിങ്ങളൊക്കെ അതിനെ എങ്ങനെയാണ് എടുത്തത് ശ്രീ PI ബാബു? ഒരു ക്ലറിക്കൽ എറർ, ഒന്നാമത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ എത്തുന്ന താരത്തിന്റെ പേര് ക്ലറിക്കൽ എററിൽ പുറത്താകുന്നു. രണ്ടാമതുള്ള മോണിക്ക ചൗധരിയുടെ പേര് കൃത്യമായി ഒരു എററുമില്ലാതെ വരുന്നു. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാനാകുക ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കൂടി കാണുമ്പോൾ ശ്രീ PI ബാബു? തീർച്ചയായിട്ടും ചിത്രയുടെ അതിനു മുമ്പത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിലും കഷ്ടമാണ്. കാരണം ബാംഗ്ലൂരിലെ ക്യാമ്പിൽ ചിത്രയ്ക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോൾ അവിടുന്ന് പെർമിഷൻ കൊടുത്തില്ല. ചിത്രയ്ക്കാണെങ്കിൽ പരീക്ഷ എഴുതണമെന്നുള്ള നിർബന്ധവും, കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവരെ പരീക്ഷാ ഷെഡ്യൂള് കാണിച്ച് അന്ന് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് അന്ന് കത്തയച്ചതാണ്. അതിന് മനഃഭാവപൂർവമായ മറുപടി അന്നും ഉണ്ടായില്ല. ചിത്ര പരീക്ഷ എഴുതണം നിർബന്ധ ബുദ്ധിയാൽ കോച്ചിനോട് അനുവാദം ചോദിച്ചപ്പോൾ കോച്ച് പറഞ്ഞു പോയാൽ ഇനി നിങ്ങൾ തിരിച്ചു വരണ്ട എന്ന് പറഞ്ഞു വിട്ടു. തിരിച്ചു ചെന്നപ്പോൾ അവിടെ കയറ്റിയതുമില്ല. അപ്പോഴും നമ്മൾ ഈ കാര്യം അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് അഞ്ജു ബോബി ജോർജ് ഉണ്ടായിരുന്നു. അഞ്ജു ബോബി ജോർജ് അന്ന് ഫെഡറേഷനിൽ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞ മറുപടിയാണ് രസാവഹം. അത് കോച്ച് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നിർവാഹമില്ല എന്നുള്ള മറുപടി. അപ്പോൾ ഇങ്ങനെയുള്ള മറുപടികളൊക്കെയാണ് പലപ്പോഴും നമുക്ക് കിട്ടാറ്, പലപ്പോഴും മറുപടി കിട്ടാറുമില്ല. ഞങ്ങളുടെ ഈ റിക്വസ്റ്റ് തന്നെ മാനേജ് ഒരുപക്ഷെ ഇന്നത്തെ സംഗതികളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ അടിൽ സുമരിവാല ഈ മാധ്യമങ്ങളുടെ എല്ലാം ഒരുപക്ഷെ ഈ ഇടപെടൽ കൊണ്ടായിരിക്കാം ഞങ്ങൾ ചെയ്തതാണ് ശരി എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ലെറ്റർ എഴുതി. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം അതായിരിക്കുമല്ലോ. ആ ലെറ്ററിൽ പറയുന്ന ഈ മാനദണ്ഡങ്ങളെല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ കുട്ടിയെ സെലക്ട് ചെയ്യാതിരുന്നതും മറ്റു കുട്ടികളെ സെലക്ട് ചെയ്തതും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ മാനദണ്ഡം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് തീർച്ചയായിട്ടും ചിത്ര ഈ പറയുന്ന മാനദണ്ഡങ്ങളനുസരിച്ച് അർഹയായിരുന്നു എന്ന്. ഇനി ആ മാനദണ്ഡങ്ങളനുസരിച്ച് അർഹയല്ലെങ്കിൽ അർഹയല്ലാത്ത മറ്റനവധി പേര് ഈ ടീമിൽ കയറി പറ്റുകയും ചെയ്തു. അതിനെയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയോട് ചോദ്യം ചെയ്യുന്നത്. ശ്രീ കമാൽ വരദൂർ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് PU ചിത്രയോട് ഇത്രമാത്രം രോഷം എന്തുകൊണ്ടാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഉണ്ടാകുന്നത്? ഇതിപ്പോഴുണ്ടായ കാര്യമല്ല. PT ഉഷയൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് PU ചിത്രയെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നത് കൊണ്ട് വന്നിരിക്കുന്ന ഒരു അനുഭവം മാത്രമല്ല. മുൻകാലങ്ങളിലുള്ള പല അനുഭവങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് PU ചിത്രയോട് കൃത്യമായി തന്നെ ഈ രീതിയിലുള്ള പെരുമാറ്റം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് PU ചിത്രയോട് ഈ രീതിയിൽ PU ചിത്രയ്ക്ക് മാത്രം ഒരു പ്രത്യേക മാനദണ്ഡം കൽപ്പിക്കുന്നത്? ആ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് പ്രവേശനം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് PU ചിത്രയ്ക്ക് ഈ പീഡനം? അതായത് നമ്മുടെ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന് ഏത് താരത്തോടാണ് സ്നേഹം, അല്ലെങ്കിൽ ഏത് താരത്തോടാണ് ബഹുമാനം? അങ്ങനെ ഏതെങ്കിലും താരത്തോടോ ഏതെങ്കിലും വ്യക്തികളോടോ ബഹുമാനമുണ്ടെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ ചിത്രയെപ്പോലെ ഒരു യോഗ്യതയുള്ള താരം തഴയപ്പെടില്ല. കാരണം PT ഉഷ, അഞ്ജു ബോബി ജോർജ്, അങ്ങനെ എത്രയോ നമ്മുടെ ഒളിമ്പ്യൻസ് അവിടെയുണ്ട്. ഈ താരങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ശബ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അധികാരികൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ, അത് ഇപ്പോൾ ഇന്ത്യൻ ഫെഡറേഷൻ, ഇപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ ധാരാളം തരത്തിൽ താരങ്ങളെ ദ്രോഹിക്കാനായിട്ട് കഴിയും. നമ്മൾ ഓരോ കാലത്ത് വരുന്ന ഒളിമ്പിക്സോ ഏഷ്യൻ ഗെയിംസോ കോമൺവെൽത്ത് ഗെയിംസോ ഇത്തരം ലോക ചാമ്പ്യൻഷിപ്പുകളോ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടറിയാം. ആദ്യമേ അതായത് ഫെഡറേഷൻ ചെയ്യുന്ന ഒരു കാര്യം, സ്വന്തം താല്പര്യമുള്ള ആളുകളെ, ഇപ്പോൾ നമ്മൾ 24 താരങ്ങൾ ലണ്ടനിലേക്ക് പോകുന്നു, 13 ഒഫീഷ്യൽസ് പോകുന്നു. 24 താരങ്ങൾക്ക് എന്തിന് 13 ഒഫീഷ്യൽസ് എന്ന് ചോദിക്കരുത്. പക്ഷേ ഈ ഒഫീഷ്യൽസിനെ തിരഞ്ഞെടുക്കേണ്ട മാനദണ്ഡം എന്താ? താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പലവിധ വഴികളൊക്കെ പറയാറുണ്ട്. കാരണം രാജ്യാന്തര അത്ലറ്റിക് ഫെഡറേഷൻ ഇന്ന സമയക്രമം കുറിച്ചിട്ടുണ്ട്, ഇന്ന സമയത്തിന് എൻട്രി ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അക്രഡിറ്റേഷൻ വിൻഡോ ഇത്ര സമയത്ത് ക്ലോസ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒഫീഷ്യൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് യോഗ്യത?
ഇപ്പോൾ ചിത്ര പുറത്തു നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ സംഘത്തിൽ ഇപ്പോൾ ഒഫീഷ്യൽ സംഘത്തിൽ പോയ ഒരാൾ ഒരു IAS ഓഫീസറാണ്. ഈ ഓഫീസറുടെ യോഗ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ഫെഡറേഷൻ പറഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹം ഭുവനേശ്വറിൽ ഇപ്പോൾ സമാപിച്ച ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തു, അതായത് ഈ മേള വൻ വിജയമാക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം യോഗ്യനാണ് എന്ന തരത്തിലാണ് ആ IAS ഓഫീസർ ഇപ്പോൾ ലണ്ടനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫെഡറേഷൻ കാലാകാലങ്ങളിലായിട്ട് ഇപ്പോൾ ഈ ഫെഡറേഷൻ്റെ തലപ്പത്താര ഇപ്പോൾ സുമരിവാലയൊക്കെ ആണെങ്കിൽ പോലും ഇതിനെ നയിക്കുന്നത് അല്ലെങ്കിൽ പിന്നണി അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഫിയ പ്രവർത്തനം നടത്തുന്നതാരാ? എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ഈ ഡൽഹിയിലെ 2010 കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലളിത് ബെനോട്ടിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ലളിത് ബെനോട്ട് ഇപ്പോഴും ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇവരൊക്കെ ചേർന്നിട്ടാണ് ആരൊക്കെയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കേണ്ടത്, ആരൊക്കെയായിരിക്കണം സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ആരൊക്കെയായിരിക്കണം ഒഫീഷ്യൽസ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ചിത്ര ഒരു പാവം താരമാണ്, ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത താരമാണ്, ആരും അവൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന്, കാരണം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഭുവനേശ്വറിൽ നമ്മൾ ആ മത്സരം കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു മലയാളിക്ക്, ഒരു ഇന്ത്യക്കാരന് തോന്നിയ വികാരം എന്ന് പറയുന്നത് ആ താരത്തിൻ്റെ ഒരു പെർഫോമൻസ് ലെവലായിരുന്നു. 1500 മീറ്റർ നമ്മൾ അധികം പരിചയമുള്ളൊരു ഈവൻ്റ് അല്ല, പക്ഷേ നമ്മളൊരു ആഫ്രിക്കൻ താരങ്ങളുടെ കരുത്തൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒളിമ്പിക്സിലോ മറ്റ് ലോക വേദികളിലോ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ദീർഘദൂര മത്സരങ്ങളിൽ എപ്പോഴും കരുത്ത് പ്രകടിപ്പിക്കാറുള്ള ആഫ്രിക്കൻ താരങ്ങളാണ്. ഈ ആഫ്രിക്കൻ താരങ്ങൾ ഫിനിഷിങ്ങിൽ എടുക്കുന്ന ഒരു ടൈം, സ്പ്രിന്റ് ലാഘവത്തോടുകൂടി അവസാന ലാപ്പിലേക്കൊക്കെ അവർ വരുമ്പോൾ നമ്മൾ തന്നെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അറിയാതെ കൈയടിച്ചു പോകാറുണ്ട്. കാരണം അത്രമാത്രം ഫിനിഷിംഗ് എബിലിറ്റി അവർ കാണിക്കാറുണ്ട്. അതേ എബിലിറ്റിയാണ് ഭുവനേശ്വറിൽ ചിത്ര കാണിച്ചത്. കാരണം ലാസ്റ്റ് ചിത്രയെ എന്തുകൊണ്ടാണ് ലണ്ടനിലേക്ക് അയക്കാൻ ഇടപെടേണ്ടവർ ഇടപെടാത്തത് എന്നതാണ് പ്രധാന ചോദ്യം. ഇപ്പോഴും ആ ചോദ്യം തന്നെയാണ് ഉയരുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ കായിക വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീനും BJP നേതാവ് ശ്രീ JR പത്മകുമാറും ചേർന്നിട്ടുണ്ട്. ശ്രീ JR പത്മകുമാർ, താങ്കളോട് ആദ്യം ഈ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമായിരുന്നത്, എടുപ്പിക്കാൻ കഴിയുമായിരുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇന്ന് വൈകുന്നേരം ആ രീതിയിലൊരു ഭാഷ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്ലറ്റിക് ഫെഡറേഷനോട് പറഞ്ഞു, നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകരുത്, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിമർശനത്തിന് അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകരുത് എന്ന് ഇന്ന് പറഞ്ഞു. ഇതെന്തുകൊണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചെയ്യാമായിരുന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല PU ചിത്രയെ ലണ്ടനിലേക്ക് അയക്കാൻ? താങ്കൾ തന്നെ ചോദിച്ചു എന്തുകൊണ്ട് ഇത് നേരത്തെ പറയാത്തത്. ഇന്നലെ ആയിരുന്നല്ലോ ഹൈക്കോടതി വിധി വന്നത്. അപ്പൊ ഇന്നലെ ആ ഹൈക്കോടതി വിധി സെൻട്രൽ ഗവൺമെന്റിനെ കിട്ടിയതിനു ശേഷം ഇന്ന് വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് തന്നെ നേരത്തെ ഈ 24-ാം തീയതി ചിത്രയുടെ പേര് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കായിക വകുപ്പ് മന്ത്രി അതിൽ ഇടപെടുകയും അതിനെ സംബന്ധിച്ച് ഫെഡറേഷനോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തു. ശ്രീ JR പത്മകുമാർ, താങ്കൾ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളെ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ചോദിച്ചില്ല, കൈരളി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായി ആരും പറയാതെ ചെയ്യാനായിട്ടാണ് അവിടെ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് വേണ്ട ആളുകളൊക്കെ അവിടെ ചെന്നത്. ഇപ്പോൾ ശ്രീ കമാൽ വരദൂറൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ലളിത് ബെനോട്ടിനെ പോലെയുള്ള ചില താല്പര്യങ്ങളുള്ള ആളുകളെ തന്നെ അവിടെ വച്ചിരിക്കുന്നത് നിങ്ങളുടെ സർക്കാരാണ്. എന്തുകൊണ്ട് ഈ താല്പര്യം? അങ്ങനെയല്ലല്ലോ, ഇത് ഫെഡറേഷൻ എന്നുള്ളത് അപ്പലറ്റ് ബോഡി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന ഫെഡറേഷനുകളും അതിനൊരു നിർണായക റോളുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന് അതിന് ഇടപെടുന്നതിലേക്ക് ഈ കായിക രാജ്യങ്ങളിലെ ആളുകളെ സെലക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ഈ ലണ്ടനിലേക്ക് അയക്കാതിരിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് ഇപ്പോൾ കായിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് BJP കാണുന്നു. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടോ? അല്ല, അങ്ങനെ അത് ഏതെങ്കിലും ഈ ഫെഡറേഷന്റെ ആളുകളിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വലിയ താല്പര്യം അനുസരിച്ച് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. എക്കാലത്തും ഇതുപോലുള്ള സ്വജനപക്ഷപാതവും മറ്റ് പല രീതിയിലും സ്വാധീനങ്ങളും ചെലുത്താറുണ്ട് ഈ നമ്മുടെ. അതുകൊണ്ട് തന്നെ അതിന്റെ ആ സ്പിരിറ്റിൽ മുന്നോട്ട് പോകാതെ ഇരിക്കുന്നതിന് കാരണം. അപ്പൊ അതിനൊരു മാറ്റം വരുന്നത് കൊണ്ട് പൂർണ്ണമായും കായിക മേഖലയിലുള്ള സമിതികൾക്കും സംഘടനകൾക്കും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോ ഇതിനെ സംബന്ധിച്ചൊരു പരാതി കിട്ടിയ സമയത്ത് അപ്പൊ തന്നെ അത് വളരെ വ്യക്തമായിട്ട് കായിക മന്ത്രി ഫെഡറേഷനോട് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ശ്രീ JR പത്മകുമാർ, ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് 24-നാണ്
ഇത് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഈ രാജ്യത്ത് ഭരണാധികാരികൾക്ക് അതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിൽ വരുത്താനും കഴിയും. ഇത് അന്തർദേശീയ മത്സരമാണ്. അപ്പൊ അതിന്റെ ഒരു ടൈം ലിമിറ്റ് എല്ലാം ഉണ്ട്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ ആലോചിച്ചുകൊണ്ടിരുന്നത് സുപ്രീം കോടതിയിൽ എങ്ങനെ PU ചിത്രക്കെതിരായി പറയാമെന്നാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ പത്മകുമാർ. ശ്രീ AC മൊയ്തീൻ, ചിത്രയുടെ കാര്യത്തിൽ കേരളം മുഴുവൻ ഈ രീതിയിൽ ആണ് താല്പര്യപ്പെടുന്നത്. BJP നേതാവ് പത്മകുമാറിനും മനസ്സിൽ വേറൊന്നും ഉണ്ടാകണമെന്നില്ല, അവരുടെ സർക്കാർ ആ രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ള വിമർശനം ഉയരുമ്പോഴും ഗൂഢാലോചനയുണ്ട് എന്നാണ് ശ്രീ AC മൊയ്തീൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മിനിസ്റ്റർ അങ്ങേക്കും അങ്ങനെ തോന്നിയത്? ഒന്ന്, സെലക്ഷൻ കമ്മിറ്റി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു എന്ന് പറയുക. അവര് തന്നെ പരസ്യപ്പെടുത്തിയ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി 24 അംഗങ്ങളായിട്ടുള്ള അത്ലറ്റുകളെ തെരഞ്ഞെടുത്തിൽ 7 പേരെങ്കിലും ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്ന് ബോധ്യം വന്നിട്ടുണ്ട്. അതിനു പുറമെ ഇന്ന് കോടതി ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി രേഖകൾ പരിശോധിച്ചപ്പോ ഏതെങ്കിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി കോടതിയുടെ അഭിപ്രായവും ഇന്ന് വരികയുണ്ടായി. അതിനെ തുടർന്നാണല്ലോ കോടതി പറഞ്ഞത് ഈ കാര്യത്തിൽ PU ചിത്രയ്ക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകണമെന്ന് കോടതി പറഞ്ഞത് ഇങ്ങനെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ കുട്ടിയെ ഒഴിവാക്കി എന്നുള്ള പേരിലാണ്. കോടതിയുടെ വിമർശനം തന്നെയാണ് ഇത്തരം ഒരു ആലോചന നേരത്തെ നടന്നു എന്നുള്ളതിന് സൂചനയായിട്ടുള്ളത്. ടീമിൽ മത്സരത്തിൽ ആ ഇനത്തിൽ പങ്കെടുക്കാത്തയാളെ വേറെ ഇനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചതും സ്വപ്ന ബർമൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ അങ്ങനെ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു പുറമെ 20-ാം തീയതി തീരുമാനിച്ച ലിസ്റ്റ് 23-ാം തീയതി വരെ എന്തിനാ രഹസ്യമാക്കി വെച്ചത്? അവസാന നിമിഷത്തിൽ ആ കുട്ടിക്ക് പോകാനുള്ള അവസരം നിഷേധിക്കുക, ഒരു അപ്പീൽ കൊടുക്കാൻ പോലുമുള്ള അവസരം നിഷേധിക്കുന്ന രീതിയിൽ എന്ത് രഹസ്യ സ്വഭാവമാണ് ഒരു ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കായിക താരങ്ങളെ രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത്? എന്തിനാണ് ഈ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചത്? ആരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇതുണ്ടായതെന്ന് ഇന്ത്യയും രാജ്യത്തെ കായിക ലോകവും ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഈ ന്യായമായ സംശയങ്ങളാ സ്വാഭാവികമായും സ്വന്തക്കാരെയോ വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇങ്ങനെ മത്സരത്തിന് കാൻഡിഡേറ്റുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന രീതിയിലുള്ള സംശയം ബലപ്പെടാൻ ഇടയാക്കി. അവിടെ ഉള്ളത് ആരൊക്കെയാണെന്ന് മിനിസ്റ്റർക്കും അറിയാമല്ലോ. ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ PT ഉഷ, രാധാകൃഷ്ണൻ, അഞ്ജു ബോബി ജോർജ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മലയാളികളായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ചിത്രയുടെ അതേ സ്ഥിതിയിലൂടെ കടന്നു ഇപ്പോൾ പത്മിനി തോമസ് ഇവിടെയുണ്ട്. ഇതേ വികാരത്തിലൂടെ കടന്നുപോയ ആളുകളാണ് പത്മിനി തോമസ് ഒക്കെ. അവർക്ക് വേദനയുണ്ട്. ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് പോയതെന്ന് സ്വയം ചിന്തിക്കുമ്പോൾ, പുതിയൊരു കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ, അവർക്ക് അത് പരിഗണിക്കേണ്ടി വരുമ്പോൾ സ്വന്തം അവസ്ഥ അവരുടെ മുന്നിലേക്ക് വരും. ഇതൊക്കെ അറിയാവുന്ന ഈ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും ഗൂഢാലോചന നടന്നത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? മിനിസ്റ്റർ എങ്ങനെയാണ് കാണുന്നത് അതിനൊക്കെ? ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രതികരണത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട കായിക താരമാണ്, ഇന്ത്യയുടെ അഭിമാനമായ കായിക താരമാണ് PT ഉഷ. വളരെ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന് ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു കായിക താരമാണ്. അതിലൊക്കെ നമുക്കൊക്കെ അഭിമാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് ഇടപെടാൻ അവകാശമുണ്ടായിരുന്ന ഉഷ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളത് അവരോട് ഞാൻ അന്വേഷിക്കാം എന്ന് മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് അവരെ വിളിച്ചിട്ട് കിട്ടിയിരുന്നുണ്ടായിരുന്നില്ല. രാധാകൃഷ്ണൻ നായർ പറഞ്ഞത് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടും സെലക്ഷൻ കമ്മിറ്റി അംഗീകരിച്ചില്ല എന്നാണ്. അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉള്ള ഒരു മറുപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. ശ്രീമതി ഉഷ അതിനുശേഷം എന്നെ വിളിച്ചു. ഞാൻ ഈ കാര്യത്തിൽ ഉഷയ്ക്ക് വേണ്ടി വാദിച്ചതാണ് എന്നെല്ലാം അവർ പറയുകയുണ്ടായി. ഞാൻ എന്റെ നിലപാട് പറഞ്ഞു, കേരള ഗവൺമെന്റ് നിലപാട് പറഞ്ഞു. ഇങ്ങനെ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ഒരു കുട്ടിയെ, 2 ഇനത്തിൽ ഒരു ടീമിനത്തിലും സമ്മാനം കിട്ടിയ കുട്ടിയെ തിരസ്കരിച്ചത്, അതിനു വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കാതിരുന്നത്, അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട് ഒരു സംഭവം എന്ന് കേരളത്തിലെ കായിക വകുപ്പിനെയോ മറ്റാരെങ്കിലും അറിയിക്കാതിരുന്നത് ശരിയായില്ല എന്നുള്ള വിമർശനമാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം അവരുടെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനമാണ് ഞാൻ കണ്ടത്. ആ പത്രസമ്മേളനത്തിൽ അവരുടെ ന്യായീകരണങ്ങൾ അവർ നിരത്തി. ഈ മാനദണ്ഡങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു. പക്ഷെ ആ മാനദണ്ഡങ്ങളൊന്നും ആയിരുന്നില്ല സെലക്ഷൻ ആധാരം എന്നിപ്പോ വ്യക്തമായിട്ടുണ്ടല്ലോ. സ്വാഭാവികമായും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു കായിക താരമാണ് PT ഉഷ. PT ഉഷയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ കടന്നു വന്ന ഒരു കുട്ടിയെ തെരഞ്ഞെടുക്കുന്നതിൽ വേണ്ടത്ര കരുതലോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ സെലക്ട് ചെയ്യപ്പെടുമായിരുന്നു, ആ കുട്ടി സെലക്ട് ചെയ്യപ്പെടുമായിരുന്നു എന്ന് കേരളം വിശ്വസിക്കുന്നു. കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ അതിനകത്തുള്ള കായിക താരങ്ങളായിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെ മാത്രമല്ല, മലയാളികളുടെ കാര്യങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് ഇടപെടാൻ പറ്റുമായിരുന്ന, ഇന്ന് അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ശ്രീ JR പത്മകുമാർ
ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതറിഞ്ഞപ്പോൾ ഉണ്ടായ ഇടപെടലിനെ കുറിച്ചും അങ്ങ് നിരീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. ഇന്നിതാ കണ്ണുരുട്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അത്ലറ്റിക് ഫെഡറേഷനോട് പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയിലേക്ക് പോകണ്ട, നിങ്ങൾ അത് ചെയ്യരുത്, ബി ചിത്രയെ സഹായിക്കുന്നൊക്കെ ഇന്ന് പറയാൻ ശ്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ കണ്ണുരുട്ടിയപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ ഒരു നിലപാട് മാറ്റി ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നടക്കുമെന്നുള്ള അറിയില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. വേണ്ട സമയത്താണോ എന്ന സംശയം നിലനിർത്തിക്കൊണ്ട് ഇത് ആത്മാർത്ഥമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടപെടൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. ഞാൻ ഈ വിഷയം 23-ാം തീയതി അറിഞ്ഞ ദിവസം 24-ാം തീയതി തന്നെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിക്ക് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് കിട്ടിയിരുന്നത്. അദ്ദേഹത്തിനോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം അടിയന്തരമായി ഇതിനെക്കുറിച്ചുള്ള സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായം അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ നിവേദനം ഇമെയിലായി അയച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇടപെടും എന്നാ, ചിത്രയ്ക്ക് നീതി ലഭ്യമാകണം എന്ന് അദ്ദേഹം പറയേണ്ടത്. ഞാൻ അതിലേറെ സന്തോഷിച്ച ഒരാളാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം പറഞ്ഞു ഫെഡറേഷനാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അന്നൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നെങ്കിൽ, ആ ലിസ്റ്റ് പോകുന്നതിന് മുമ്പ് മന്ത്രി ഇടപെട്ടിരുന്നെങ്കിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഇന്നത്തേക്കാൾ കൂടുതൽ സാധ്യത അന്നുണ്ടായിരുന്നു. കോടതി ഇപ്പൊ പറഞ്ഞപ്പോ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പൊ ഫെഡറേഷനോട് ശുപാർശ ചെയ്യുന്നത്. ഫെഡറേഷൻ തീരുമാനിച്ചാലും ഇനി ലണ്ടനിലെ ഈ മേളയിൽ അവർക്ക് മത്സരിക്കാൻ കഴിയുമോ, ആ കുട്ടിക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിയുടെ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഈ താല്പര്യം 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ചിത്രയ്ക്ക് ലണ്ടനിലെ ഈ മത്സരത്തിൽ പോകാൻ കഴിയുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശ്രീമതി പത്മി തോമസ്, ഇപ്പോൾ മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, AC മൊയ്തീൻ. അതായത് കേന്ദ്രമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇടപെടലിൽ ആത്മാർത്ഥതയൊന്നും കാണേണ്ടതില്ല, ഇത് കോടതി പറഞ്ഞതിൻ്റെ അലക്ഷ്യമായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഈ അത്ലറ്റിക് ഫെഡറേഷന്റെ ഇപ്പോഴത്തെ നിലപാട് കണ്ടാലും അത് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയം കൊണ്ട് ഇനി PU ചിത്ര ഈ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും തീർന്ന് പച്ചക്കൊടി കണ്ട് ലണ്ടനിലെത്തി 4-ാം തീയതി ഓടണം, 1500 മീറ്റർ ഓടണം. ഈ ടെൻഷനെല്ലാം മാറി പരിശീലനം കൃത്യമായി നടത്തി ഓടേണ്ടതുണ്ട്. PU ചിത്രയെ കൊണ്ട് ഇങ്ങനെ ഓടിച്ച് മെഡൽ വാങ്ങിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങളെന്ന് പത്മിനി തോമസിന് തോന്നുന്നുണ്ടോ? ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം ടീം അംഗങ്ങളെല്ലാം പോയി കഴിഞ്ഞു. 4-ാം തീയതി മത്സരമാണ്, 1500 മീറ്റർ ഓടേണ്ട കുട്ടിയാണ്. അതുപോലെ തന്നെ അടുത്ത സംഘം 31-ാം തീയതി പോകുന്നെന്നാണ് എനിക്കറിയാനായിട്ട് പറ്റിയിരിക്കുന്നത്. കാര്യം നേരത്തെ തന്നെ ഈ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ, കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ PU ചിത്ര കണിശമായിട്ടും ഈ 31-ാം തീയതി എങ്കിലും പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നു. ഇതിനു മുമ്പും ഉണ്ടായിരിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. അനുവിന് പോകാൻ സമയത്ത് കേന്ദ്രം ഇടപെട്ടപ്പം ഫെഡറേഷൻ പറഞ്ഞു ലിസ്റ്റ് പോയി കഴിഞ്ഞു, എല്ലാം അയച്ചു കഴിഞ്ഞു, ഇനിയും പറ്റത്തില്ല എന്ന്. പക്ഷേ ഫെഡറേഷൻ വിചാരിക്കുകയാണെങ്കിൽ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന്, ലോക മീറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാര്യം അടിൽ സുമാരിവാല ലോക മീറ്റിൻ്റെയും കമ്മിറ്റി മെമ്പറാണ്. ഇപ്പോൾ ആൾ അവിടെ ഉണ്ടായിരിക്കുന്നത് പോയി കാണും, അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇതിനകത്ത് ആ കുട്ടിയെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഈ അവസാന നിമിഷത്തിൽ കൊണ്ട് കലോടയ്ക്കുക എന്ന് കേട്ടിട്ടുള്ളതുപോലെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്, പോകാൻ പറ്റുമെന്നുള്ളത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് എനിക്ക് സംശയമാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രി കിട്ടുമോ, അല്ല PU ചിത്രയ്ക്ക് പോകാൻ പറ്റുമോ? കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കേന്ദ്രം ഇടപെട്ടിരുന്നുവെങ്കിൽ ആദ്യം തന്നെയുള്ള ലിസ്റ്റിൽ PU ചിത്രയ്ക്ക് പോകാൻ പറ്റുമായിരുന്നു. ശ്രീ PI ബാബു, വളരെ കഷ്ടമാണ് ഇങ്ങനെയാണെങ്കിൽ. PU ചിത്രയെ ഇങ്ങനെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്ന് പറയിപ്പിച്ചിട്ട് PU ചിത്ര അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ മാനസികമായി ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് PU ചിത്രയെ പോലെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ കമ്മിറ്റികൾ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സ്വപ്ന വിഗ്രഹങ്ങളൊക്കെ ഇടപെട്ട് ഈ രീതിയിലേക്ക് ആ സ്വപ്നത്തെ തച്ചുടച്ചെങ്കിൽ PT ഉഷയെ തന്നെയാണ് മുഖ്യമായി ഞാൻ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത്. PT ഉഷ മാധ്യമങ്ങളോട് ഇനി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ PT ഉഷയെ വിളിക്കുന്നില്ല ഇപ്പോൾ ഈ ചർച്ചയിൽ. അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് പറയാവുന്നതാണ്, ഏതു മാധ്യമത്തെയും. ആ രീതിയിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ശ്രീ PI ബാബു, ഈ രീതിയിൽ PU ചിത്രയുടെ അവസരത്തെ തച്ചുടയ്ക്കുന്ന
നമ്മുടെ സ്വപ്ന വിഗ്രഹങ്ങളോട് എന്താണ് പറയേണ്ടത്? അല്ല, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, അതായത് ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണെന്ന്. ഇതിനു മുമ്പ് അനുവിനും ഇതേ സമാനമായ അനുഭവം ഉണ്ടായി. നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ നമുക്കറിയാം, ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ അത്ലറ്റിക് ഫെഡറേഷനുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അവർ ചെയ്യുന്നത് ഒരു ടീം, അവരുടെ നാഷണൽ ടീം സെലക്ട് ചെയ്തതിന് ശേഷം അവർ കോച്ചിങ് ക്യാമ്പ് നടത്തും. ഇവിടെ സ്ഥിതി അങ്ങനെയല്ല. ഇവിടെ നാഷണൽ കോച്ചിങ് ക്യാമ്പ് സെൻറ്റേഴ്സ് നമുക്കുണ്ട്. പട്യാലയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, PT ഉഷയുടെ സെൻറ്ററിലുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ക്യാമ്പ് സെൻ്ററുണ്ട്. പ്രധാനമായിട്ടും പാട്യാലയിലാണ്. അപ്പോൾ ഈ എവിടെയെങ്കിലും രാജ്യത്ത് ഒരു കായിക താരം വളർന്നു വരുന്നത് ഇവിടെ ശ്രദ്ധയപ്പെട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ക്യാമ്പിലേക്ക് വരാൻ പറയും. ഈ ക്യാമ്പിലുള്ള പല കോച്ചസും മറ്റ് ക്യാമ്പ് സെൻറ്ററിൽ പോകാനും അവർ തയ്യാറല്ല. അപ്പോൾ കുട്ടികളെ ഈ പരിശീലകർ അങ്ങനെ വിട്ടുകൊടുത്തോളണം. അവിടെ ഈ കുട്ടികൾ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അപ്രിയരായിട്ട് മാറും എന്നുള്ളത് സത്യമാണ്. നമ്മൾ നോക്കിയാൽ നമുക്കറിയാം. അനുവിനെ ക്യാമ്പിലേക്ക് വിളിച്ചു, അനു പോയില്ല. ആദ്യം പോയില്ല. കാരണം എന്ന് വെച്ചാൽ അനു പറഞ്ഞ് എനിക്ക് പഠിക്കാനുണ്ട്, അവിടെ ക്യാമ്പിൽ വന്ന് കിടന്ന. കാരണം പട്യാലയിലൊരു ക്യാമ്പിൽ വന്ന് കിടന്ന അസംഷൻ കോളേജിലൊരു കുട്ടി എങ്ങനെ പഠിക്കും? ചിത്രയോട് ക്യാമ്പിൽ വന്ന് കിടന്നാൽ ചിത്ര എങ്ങനെ പഠിക്കും? അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ സംവിധാനം തന്നെ ഈ മാറ്റാത്തതിൻ്റെ അതിൻ്റെ ഒരു ദുരനുഭവമാണ് ഇപ്പോൾ ഈ 2 കായിക താരങ്ങൾ അനുഭവിച്ചത്. ഇനി അങ്ങനെ വന്ന് ആ കുട്ടികൾ എങ്ങനെയെങ്കിലും അവർ ഈ മീറ്റിൽ, അതായത് ചിത്രയുടെ കാര്യത്തിൽ ബാംഗ്ലൂർ ക്യാമ്പിൽ നിന്ന് പുറത്താക്കിയിട്ടും സീനിയർ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത്. അവിടെയും ആരും ചിത്ര ഒരു മെഡൽ നേടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ നമ്മൾ മലയാളികളും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മുടെ എല്ലാം അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ചിത്ര അവിടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് സ്വർണം നേടി. മുമ്പ് പ്രഖ്യാപിച്ചതുപോലെ ഒരു മീറ്റ് ഏരിയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷനിലൂടെ ഈ ചിത്രയെല്ലാം അകത്ത് കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ പിറ്റേന്നാളാണ് അവിടെ ഒറീസ ഗവൺമെൻറ് കൊടുത്ത ഒരു സ്വീകരണത്തിൽ ഈ അനിൽ സുമരിവാല തന്നെ പറയുന്നു, ഞങ്ങളുടെ മാനദണ്ഡത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം, അന്ന് ശ്രീ വത്സൻ അവിടെ ഒരു മാൻഡേറ്ററി ഓർഡർ പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ പങ്കെടുത്ത മെഡൽ നേടിയ എല്ലാവരും ഗുണ്ടൂർ നാഷണൽ മീറ്റിൽ പോയിട്ട് പങ്കെടുത്ത് അവിടെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ അവർ പങ്കെടുക്കണം. അതുപോലെ തന്നെ അവിടെ പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ അവർ പരിഗണിക്കില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ചിത്രയ്ക്ക് ഇവിടെ ഈ ഗുണ്ടൂർ മീറ്റിൽ ഓടേണ്ടി വന്നത്. കാരണം നമുക്കറിയാം, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് ഗുണ്ടൂരിലെ ചാമ്പ്യൻഷിപ്പ്. അവിടുത്തെ കാലാവസ്ഥ അതിലും മോശം. അപ്പോൾ ആ 5 ദിവസത്തിനുള്ള ഒരു കുട്ടിക്ക് എന്ത് പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയും? അതായത് ശ്രീമതി പത്മിനി തോമസ് അവിടെ ഉണ്ടല്ലോ, അവർക്കറിയാം. കാരണം 5 ദിവസം ഒരു റിക്കവറി പീരീഡല്ല. അവരുടെ പെർഫോമൻസ് മോശമാകുമെന്ന് അറിയാം. ഒരു പക്ഷേ ആ കാരണം കൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ 7 അത്ലറ്റുകളും ഇതിന് പങ്കെടുക്കാൻ വരാതിരുന്നത്. കാരണം അവിടെ പങ്കെടുത്താൽ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് മോശമാകുമെന്ന് അവർക്കറിയാം. പക്ഷേ ചിത്രയെപ്പോലുള്ള ഒരാൾ ഓടി പെർഫോമൻസ് മോശം വന്നു. ആ ഒരു കാരണം കൊണ്ട് ചിത്രയെ അതിനകത്ത് പുറത്താക്കി. അപ്പോൾ നമ്മൾ കാണേണ്ട വേറൊരു സംഗതിയുണ്ട്. ഈ മാൻഡേറ്ററി ഓർഡർ പുറത്തിറക്കിയിട്ടും മറ്റ് അത്ലറ്റുകൾക്ക് പ്രവേശനം നൽകി. അതോടൊപ്പം തന്നെ ഒരേ ഒരു അത്ലറ്റാണ് അവിടെ, 2 അത്ലറ്റ് പങ്കെടുത്തില്ല. ഒന്ന് സ്വപ്ന ബർമൻ പങ്കെടുത്തെങ്കിലും പങ്കെടുത്ത ഇനം വേറെയായിരുന്നു. വേറൊന്ന് സുധാ സിംഗ് പങ്കെടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ അവരെ പുറത്താക്കുന്നത് എന്ന് അനിൽ സുമരിവാല തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സുധാ സിംഗിനെ പുറത്താക്കിയെങ്കിൽ ആ 7 അത്ലറ്റുകളെയും പുറത്താക്കണമല്ലോ. ഈ ജിസ്നെ എല്ലാം അതിനകത്ത് ഉൾപ്പെടും. തീർച്ചയായിട്ടും. അപ്പോൾ കൃത്യമായ ഒരു ഗൂഢാലോചന എന്ന് ഇവിടെ മന്ത്രി AC മൊയ്തീൻ പറഞ്ഞതും പലരും ചൂണ്ടിക്കാണിക്കുന്നതും തന്നെയാണ് നടന്നത്. ഗുണ്ടൂരിൽ പങ്കെടുത്തതാണ് ചിത്രയ്ക്ക് വലിയ അബദ്ധമായത്. പങ്കെടുക്കാത്തവർക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവർ ഇപ്പോൾ ലോക മീറ്റിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. ഇവിടെ ചിത്രയെ ചതിച്ചു, ചിത്രയെ കൊണ്ടുവന്ന് തള്ളിയിടുകയായിരുന്നു ഇത്തരത്തിലേക്ക്. ഇങ്ങനൊരു മാനദണ്ഡം, ഏതാണ് മാനദണ്ഡമെന്നും പോലും കൃത്യമായി പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവച്ച് എന്താണ് നടക്കുന്നത് ഈ അത്ലറ്റിക് ഫെഡറേഷനുകളൊക്കെ? ഈ പറയുന്ന ഗൂഢാലോചന ആർക്കാണ് അവസാനിപ്പിക്കാനാകുക? ആർക്കാണ് ഇത്തരത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങളെ, തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രം കുത്തിത്തിരിക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 13 ഒഫീഷ്യലുകൾക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഈ കുംഭകോണം തടയാൻ സാധിക്കുക?
അതായത് ഇതിൽ വളരെ രസകരമായി ഇന്ന് നടന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കായിക മന്ത്രി വിജയ് ഗോയൽ അദ്ദേഹം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് അഭ്യർത്ഥന രൂപേണ പറഞ്ഞിരിക്കുന്നു ഏത് വിധേനയെങ്കിലും ചിത്രയെ കൊണ്ടുപോകണമെന്ന്. നമ്മൾ ഈ രണ്ട് ഡെസിഗ്നേഷനുമാണ് നോക്കേണ്ടത്. ഒന്ന് കായിക മന്ത്രിയാണ്, മറ്റൊന്ന് അത്ലറ്റിക് ഫെഡറേഷനാണ്. ഇവിടെ ആരാണ് വലുത്? നമ്മുടെ ഒരു ഹൈറാർക്കി നമ്മൾ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ കായിക വകുപ്പിനെ നയിക്കുന്നത് കായിക മന്ത്രിയാണ്. നമ്മുടെ മൊത്തം സംസ്ഥാനങ്ങൾ, അതായത് മൊത്തം ദേശീയ തലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ദേശീയ കായിക മന്ത്രിയാണ് നമ്പർ 1 പോസ്റ്റിലിരിക്കുന്നത്. ഫെഡറേഷൻ അതിന് താഴെ വരുന്നുള്ളൂ. പക്ഷേ ഫെഡറേഷനോട് ഇന്നലെ കായിക മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഫെഡറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം, ഫെഡറേഷനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന രൂപേണ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് വിധേനയെങ്കിലും ശ്രമിക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ ആരാണ് അധികാരികൾ? നമ്മുടെ ഫെഡറേഷനിലേക്ക് ഒന്ന് നോക്കുക. ഈ ഫെഡറേഷനിലെ താപ്പാനകൾ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നു. എത്ര കാലമായിട്ട് ആ കസേരയിലിരിക്കുന്നു? ഈ കസേരയിൽ നിന്ന് അവരൊന്ന് ഇറങ്ങുന്നുണ്ടോ? ഏതെങ്കിലും കാലത്ത് അവരൊന്ന് ഇറങ്ങുന്നുണ്ടോ? കാലാകാലങ്ങളിൽ ഞാൻ ഈ സ്പോർട്സ് റിപ്പോർട്ടിംഗ് രംഗത്ത് വന്നിട്ട് 20ഓളം വർഷമായിട്ട് നമ്മൾ ഈ സ്ഥിരമായി കാണുന്ന പേരുകൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന പേരുകൾ ഇതെല്ലാം ഈ സുമരിവാലയെ പോലെ, രൺദാവയെ പോലെ, ലളിത് ബനോട്ടിനെ പോലെ, സുരേഷ് കൽമാടിയെ പോലുള്ള ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ്, ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു മാറ്റം നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റിലെ കൊള്ളരുതായ്മകൾ, കൊള്ളകൾ, പോക്കറ്റടികൾ ഇതൊക്കെ പരസ്യമായപ്പോൾ സുപ്രീം കോടതി ഇടപെടുന്നു. ജസ്റ്റിസ് ലോധ കമ്മിറ്റി വരുന്നു. ലോധ കമ്മിറ്റി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു. വളരെ പോയിന്റഡ് ആയിട്ട് അവർ കുറെ കാര്യങ്ങൾ പറയുന്നു. ആ പോയിന്റഡ് കാര്യങ്ങളുടെ ഫലമായിട്ട് സുതാര്യത ക്രിക്കറ്റ് ബോർഡിലേക്ക് വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പോലും കണ്ടു രണ്ട് പേർ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ 2 സിംഹങ്ങളാണ്. ഒന്ന് നിരഞ്ജൻ ഷായാണ്, സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. മറ്റൊന്ന് N. ശ്രീനിവാസൻ എന്ന തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്. രണ്ടുപേരും പുലികളാണ്. ഈ പുലികളോട് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, ഇനി ദേശീയ ക്രിക്കറ്റ് ബോർഡിന്റെ അല്ലെങ്കിൽ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രവർത്തക സമിതി യോഗങ്ങളിലേക്ക് നിങ്ങൾ വരേണ്ട, ആ വരാന്തയിൽ പോലും നിങ്ങൾ കാണരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് അനുവദിക്കപ്പെട്ടു. നമ്മുടെ അത്ലറ്റിക് ഫെഡറേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ ഇത്തരം ഇടപെടൽ, ആ ഇടപെടൽ സുപ്രീം കോടതിയാണെങ്കിൽ സുപ്രീം കോടതി നടത്തണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി കായിക ഫെഡറേഷനോട് റിക്വസ്റ്റ് അല്ല നടത്തേണ്ടത്. മന്ത്രി പറയേണ്ടത് കൃത്യമായിട്ട് മന്ത്രി അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യം ചിത്രയെ അയക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്. അതായത് കേരള ഹൈക്കോടതി പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ശക്തമായ ഇടപെടലുകൾ, അത്തരമായ ശക്തമായ ശബ്ദങ്ങൾ വേണം. ആ ശബ്ദങ്ങൾ ഇല്ലാത്ത പക്ഷം എപ്പോഴും, അതായത് ഈ ഫെഡറേഷനിലെ കുറെ താപ്പാനകളും കുറച്ച് ആളുകളും ചേർന്ന് സ്വന്തക്കാരെ തിരികെ കയറ്റി സ്വന്തം ഒഫീഷ്യൽസിന് രാജ്യം അല്ലെങ്കിൽ ടൂർ ചെയ്യാനുള്ള വിനോദ സഞ്ചാരത്തിനുള്ള ഒരു മാർഗമായി ഇതിനെ കാണും. അത് അനുവദിക്കരുത്. ഇവിടെയാണ് സർക്കാരിന്റെ, കോടതിയുടെ ഇടപെടൽ നിർബന്ധമായിട്ട് വരുന്നത്.